ഞാനിപ്പോൾ നിൽക്കുന്നത് തിരൂരാണ്. തിരൂരിലുള്ള കാരണം ഓട്ടോ വേൾഡ്. നമ്മൾ ചെറിയൊരു ഷോറൂംസിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഇവിടെ ഹൈ ക്വാളിറ്റി സിംഗിൾ ഓൺഷൻ നിൽക്കുന്ന വാഹനമാണ് ഇവിടെ ഉള്ളത്. ജസ്റ്റ് നോക്കിയിട്ട് വരാം ഏതൊക്കെ കളക്ഷൻസ് ഉണ്ട്. പലർക്കും പുതിയവിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഷോറൂമിൻ്റെ അകത്ത് കയറുകയാണ്. കയറുമ്പോൾ തന്നെ മനസ്സിലാവും അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉള്ള ഷോറൂമാണ്. കണ്ടോ, നേക്കിഡ് ബൈക്കൊക്കെ ആകട്ടെ, സൂപ്പർ ബൈക്കൊക്കെ, അഡ്വഞ്ചർ സെഗ്മെൻറ്റ്, എല്ലാ സെഗ്മെൻറ്റിലും വണ്ടികളും ഇവിടെ അവൈലബിൾ ആണ്. ഇത്രയും കളക്ഷൻസുള്ള ഷോറൂമിലാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. ഫസ്റ്റ് നമുക്ക് അഡ്വഞ്ചറിൽ തുടങ്ങാം. ഇവിടെ ഏകദേശം 4 അഡ്വഞ്ചർ ബൈക്സാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. 2 എക്സ്പൾസും 2 ഹിമാലയാണ് ഉള്ളത്. പക്ഷെ നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങിയാണ്. 2021 മോഡൽ റോയൽ എൻഫീൽഡ് ഹിമാലയാണ്. അതുപോലെ തന്നെ വെറും 24,000 കിലോമീറ്റർ സിംഗിൾ ഓൺഷൻ നിൽക്കുന്ന വാഹനമാണ്. ഹൈ ക്വാളിറ്റി കേട്ടോ. കണ്ടോ, നിങ്ങൾക്കൊരു വർഷം പഴക്കോ കാര്യങ്ങളോ ഒന്നും ഫീൽ ഇല്ല. ആ രീതിയിൽ വണ്ടി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇത് 2021 മോഡലിലാണ് ഈ ഒരു മീറ്റർ വന്നത്. ഇവിടെ നാവിഗേഷൻ കാരണം കണക്ട് ചെയ്യാനും സാധിക്കും എന്നാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. അപ്പോൾ രണ്ടാമത്തെ വണ്ടി എക്സ്പൾസ്, ഒരു എൻട്രി ലെവൽ അഡ്വഞ്ചർ ബൈക്കാണ് ഈ ഒരു എക്സ്പൾസ് എന്ന് പറയുന്നത്. ഇത് 2023 മോഡലാണ്. വെറും 24,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓർമിഷൻ നിൽക്കുന്ന വാഹനം. നിങ്ങളൊരു അഡ്വഞ്ചർ ബൈക്കിലുകൊണ്ട് അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ ബെസ്റ്റ് ഒരു ഓപ്ഷനാണ് ഒരു എക്സ്പൾസ് എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി വണ്ടി കൂടി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ റോയൽ എൻഫീൽഡിൻ്റെ ഹൈലൈറ്റ് ഒരു വണ്ടിയാണ് മെറ്റിയോർ 350. ഒരു ബ്ലാക്ക് ഫിനിഷിലാണ് വന്നത്, മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് ഈ ഒരു വണ്ടി വന്നിട്ടുള്ളത്. ഇത് 2021 മോഡലാണ്. വെറും 62,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് നിൽക്കുന്ന വാഹനം. ഇവിടെയുള്ള മിക്ക വണ്ടികളും സിംഗിൾ ഓണർഷിപ്പ് വണ്ടികളാണ്. സെക്കൻഡ് കുറവായിരിക്കും ഇവിടെ. അതുകൊണ്ട് നമുക്ക് നേരെ മെറ്റിയോറിൽ വരുന്ന ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. വെറും 62,000 കിലോമീറ്റർ മാത്രമേ ഈ വണ്ടി ഓടിയിട്ടുള്ളൂ. അതാണ് മെയിൻ ഹൈലൈറ്റ്. അതിപ്പോൾ ഒരു അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ്. കാരണം ഇത് പുതിയൊരു വണ്ടിയാണ്, എഞ്ചിന് മാറിയിരിക്കുന്നത്, വൈബ്രേഷൻ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ഈ ഒരു മോഡലിൽ. അതാണ് ഈ വണ്ടിയുടെ പ്രത്യേകത. ഞാൻ അടുത്തത് റോയൽ എൻഫീൽഡിൻ്റെ വേറൊരു തരം എൻട്രി ലെവൽ മോഡലാണ് റോയൽ എൻഫീൽഡിൻ്റെ 100 350. അപ്പോൾ നിങ്ങളൊരു റോയൽ എൻഫീൽഡ് വാഹനം യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു എൻട്രി ലെവൽ മോഡൽ ഇതാണ് 100 350. ഇത് 2022 മോഡലാണ്. വെറും 11,500 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. 11,500 കിലോമീറ്റർ മാത്രമേ സിംഗിൾ ഓർമിഷൻ നിൽക്കുന്ന വാഹനമാണ്. ഇത് സ്പോക്ക് വീൽസാണ് വരുന്നത്. ഇതിൽ ഡിസ്ക് ബ്രേക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതും അത്യാവശ്യം നല്ല മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല ലേഡീസിനൊക്കെ കൂടുതലും അടിപൊളി യൂസ് ചെയ്യാൻ പറ്റിയൊരു മോഡലും കൂടിയാണ് 100 എന്ന് പറയുന്നത്. കുറേ എൻട്രി ലെവലാണ്, വൈബ്രേഷൻ കുറവാണ്, അതുപോലെ ഹൈറ്റും ചെറുതായി കാരണം എല്ലാവരും യൂസ് ചെയ്യും. ഹൈറ്റ് കുറഞ്ഞ ആൾക്കും അടിപൊളി യൂസ് ചെയ്യാൻ പറ്റിയൊരു മോഡലാണ് 100 350. അടുത്തതും ഒരു ക്ലാസിക് ബൈക്കാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ജാവ ക്ലാസിക് 2011 മോഡലാണ്. ഇതിന് കിലോമീറ്റർ എന്തായാലും നെട്ടും. വെറും 4,000 കിലോമീറ്ററാണ് ഈ വണ്ടി ഓടിയിട്ടുള്ളൂ. വെറും 4,000 കിലോമീറ്റർ വണ്ടിയാണ് ഇത്. 2019 മോഡലാണ്. ഇതും ഒരു ക്രോം ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന ഒരു ഓൾഡ് സ്കൂൾ രീതിയിലാണ് ഈ ഒരു വണ്ടി ഡിസൈൻ ചെയ്തത്. ഈ കാരണം ഇവിടെയാണ് ഇൻസേർട്ട് ചെയ്യുന്നത്. ഒരു ഓൾഡ് സ്കൂൾ ഫീൽ നമുക്ക് ലഭിക്കേണ്ട ഈ വണ്ടി. അടുത്തതും ജാവയുടെ വേറൊരു മോഡലാണ് ജാവയുടെ റോഡ്സ്റ്റർ ആണ് ഈ വണ്ടി മോഡലിൻ്റെ പേര്. വെറും 15,000 കിലോമീറ്റർ 2022 മോഡലാണ്. സിംഗിൾ ഓൺഷൻ നിൽക്കുന്ന വാഹനമാണ്. കാരണം ഇവിടെ ഉള്ളത് എല്ലാവരും ലോ കിലോമീറ്റർ വണ്ടികളാണ് ഇപ്പോൾ കൂടുതലും ഉള്ളത്. കണ്ടോ, എല്ലായിടത്തും നമുക്ക് ലോ കിലോമീറ്റർ വണ്ടിയും അത് ഹൈ ക്വാളിറ്റി വണ്ടി കൂടെയാണ് ഇവിടെ ഉള്ളത്. എന്തായാലും നല്ലൊരു ഹൈലൈറ്റ് വണ്ടിയാണ്. കാരണം നല്ലൊരു യൂണിക് ഡിസൈൻ കൂടുതലൊരു വണ്ടിയാണ് ഒരു മോഡൽ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് യുവാക്കളുടെ ഹരമായിട്ടുള്ള സെഗ്മെൻറ്റ്, സ്പോർട്സ് ബൈക്ക് സെഗ്മെൻറ്റ്. അത് മാത്രമല്ല ഇതിന് ലുക്ക്, പവറിന് പവർ, മൈലേജും ലഭിക്കുന്ന കുറച്ച് മോഡൽസാണ് ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ ഉള്ളത് RC 200 ആണ്. ഇത് 2023 മോഡലാണ്. വെറും 1,500 കിലോമീറ്റർ മാത്രം റൺ ചെയ്ത വണ്ടിയാണ്. അത് കമ്പനി സർവീസ്, കമ്പനി എല്ലാം ചെയ്തെടുക്കാം. ഷോറൂം കണ്ടീഷനുള്ള ഒരു വണ്ടിയും കൂടിയാണിത്. ഇത് പുതിയ ജനറേഷനാണ്. പഴയ ജനറേഷൻ അവിടെ കാണാൻ സാധിക്കും. അവിടെ ഉണ്ട്, ജസ്റ്റ് നമുക്ക് അവിടെ വരും. ഇത് പുതിയ ജനറേഷനിൽ വന്ന മാറ്റങ്ങൾ, ഹെഡ്ലൈറ്റ് കംപ്ലീറ്റ് മാറി, അതുപോലെ തന്നെ ടാങ്ക് മാറി, ഫുള്ളും മാറി, പുതിയ ജനറേഷൻ മോഡലാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു മാറ്റ് ഫിനിഷും ഇവിടെ ഗ്ലോസി ഫിനിഷാണ് വന്നിട്ടുള്ളത്. ഇതും അത്യാവശ്യം നല്ല എൻക്വയറിയും ഫാൻസും കൂടി ഒരു വണ്ടിയാണ് KTM എന്ന് പറയുന്നത്. കാരണം നമ്മൾ KTM എന്ന് പറയുമ്പോൾ മനസ്സിലാവും ഒരു ഓറഞ്ച് കളർ നമ്മുടെ മനസ്സിലേക്ക് ആകെ വരിക. അത് നമുക്കിവിടെ ലഭിക്കും. അടുത്തതും ഒരു സ്പോർട്സ് കാറ്റഗറി പെടുന്ന ഒരു വണ്ടിയാണ് TVS RR 310. ഇതും അത്യാവശ്യം നല്ല ഫാൻസ് പവറുള്ള ഒരു വണ്ടിയാണ്. ഇത് 2021 മോഡലാണ്. വെറും 20,000 കിലോമീറ്റർ ജെനുവൽ കിലോമീറ്ററാണ് കൊടുത്തുള്ളത്. സെക്കൻഡ് ഓണർഷിപ്പ് നിൽക്കുന്ന വാഹനമാണ്. ഇവിടെ സെക്കൻഡ് ഓണർഷിപ്പ് കുറവാണ്, കൂടുതലും സിംഗിൾ ഓണർഷിപ്പ് നിൽക്കുന്ന വാഹനങ്ങളാണ് ഇവിടെ കൂടുതലും ഉള്ളത്. ABS മോഡലാണ് വന്നിട്ടുള്ളത്. നമ്മൾ അടുത്തതും
V4. ഇതും അത്യാവശ്യം നല്ല ഫാൻസുള്ള ഒരു വണ്ടിയും കൂടിയാണിത്. ഇത് M എഡീഷനാണ് വന്നിട്ടുള്ളത്. കാരണം നമുക്ക് ബ്ലാക്ക് ഫിനിഷും കാണാൻ കഴിയും. ഇവിടെ M ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഇത് 2022 മോഡലാണ്. വെറും 12,000 കിലോമീറ്റർ മാത്രം ഈ വണ്ടി ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർഷിപ്പ് നിൽക്കുന്ന വാഹനമാണ് കണ്ടോ. അത് നമുക്കൊരു സ്പോർട്സ് ഫീൽ നമുക്ക് ബൈക്കുള്ളത് ഈ ഒരു സ്പോർട്സ് സെഗ്മെൻറ്റിലെ വണ്ടികൾ. അടുത്തത് ഇതിൻ്റെ മുന്നത്തെ ജനറേഷൻ KTM RC 200 2021 മോഡലാണ്. വെറും 42,000 കിലോമീറ്റർ മാത്രം ഇവൻ്റെ റണ്ണ് ചെയ്തിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് നിൽക്കുന്ന വാഹനമാണ്. കാരണം ഇതിൽ ഡിഫറൻസ് കാണുമ്പോൾ മനസ്സിലായിരിക്കും. കാരണം ഹെഡ് ലാമ്പ് മാറി ഒരു ക്യാരക്ടറിനെ കംപ്ലീറ്റ് മാറി പുതിയ ജനറേഷൻ അവിടെ എടുക്കുന്നത്. അടുത്തത് V3. ഇതും അത്യാവശ്യം നല്ല ഫാൻസുള്ള വണ്ടിയാണ്. ഈ ഒരു സെഗ്മെൻറ്റ് അത്യാവശ്യം നല്ല ഫാൻസ് ഉണ്ട്. എങ്ങനെ നോക്കിയാലും അപ്പോൾ അത് പിള്ളേർക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു വണ്ടി എന്ന് പറയുന്നത് ഈ ഒരു സെഗ്മെൻറ്റ് വണ്ടികളാണ്. ഇത് 2020 മോഡൽ വണ്ടിയാണ്. വെറും 28,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓപ്ഷൻ നിൽക്കുന്ന വാഹനം. ഇത് മാറ്റ് ഫിനിഷ് കേട്ടോ, കംപ്ലീറ്റ് മാറ്റ് ഫിനിഷ് വരുന്ന വണ്ടിയാണ്. ഒരു ബ്ലാക്ക് തീം, ഒരു മാഫിയ ഫീൽ നമുക്ക് ലഭിക്കേണ്ടത് ബ്ലാക്കായി കാരണം. അതുപോലെ തന്നെ V4 കിടക്കുന്നുണ്ട്. 2021 മോഡലാണ്. 22,000 കിലോമീറ്റർ മാത്രമേ വണ്ടി റൺ ചെയ്തുള്ളൂ. അതും സിംഗിൾ ഓപ്ഷൻ നിൽക്കുന്ന വാഹനമാണ്. ഇത് V4ഉം വീട്ടിൽ ഡിഫറൻസ് എന്തായാലും ഹെഡ് ലാമ്പിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഒരു ഹൗസിങ് ഫുള്ള് ചേഞ്ച് ആയിട്ടുണ്ട് എന്നാണ് മെയിൻ ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ളത്. ഇവിടെയും ഒരു V4 കാണാൻ സാധിക്കും. 2021 മോഡലാണ്. 30,000 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. അതും സിംഗിൾ ഓണർഷിപ്പ്. ഇവിടെ അടുത്ത V3. ഇത് 2019 മോഡലാണ്. വെറും 45,000 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ഇതും സെക്കൻഡ് ഓണർഷിപ്പ് നിൽക്കുന്ന വാഹനമാണ് ഈ ഒരു മോഡൽ. അത്യാവശ്യം യുണീക്ക് ഡിസൈൻ എന്ന് പറയാം. പിന്നെ അടുത്തത് KTM ഡ്യൂക്ക് എന്ന് പറയാം. മനസ്സിലാകെ വരുന്നൊരു മോഡൽ ഈ ഒരു അയൺമെൻ ഷേപ്പിലുള്ളൊരു ഹെഡ് ലാമ്പാണ്. അത്യാവശ്യം നല്ല ഫാൻ പവറുള്ളൊരു വണ്ടി കൂടിയാണ് ഈ ഒരു മോഡൽ. കാരണം അത്യാവശ്യം നല്ല എൻക്വയറി ഉണ്ട്. എല്ലാവരും നോക്കുന്ന ഒരു മോഡലാണ്. ഈ വണ്ടി എവിടെ കിട്ടും ഒരുപാട് പേരൊന്ന് ചോദിച്ചിട്ടുണ്ട്. 125 cc ആണ്. 150 cc ആണ്. 2019 മോഡൽ. വെറും 43,000 കിലോമീറ്റർ മാത്രമേ ഈ വണ്ടി ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പിക്കുന്ന വാഹനമാണ് ഇത്. അടുത്തത് ഡൊമിനാർ. ഇത് ശരിക്കും പറയേണ്ടത് ശരിക്കും നമ്മൾ യാത്ര ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പറ്റിയൊരു വണ്ടിയാണ് ഡൊമിനാർ എന്ന് പറയുന്നത്. അതിനൊരു എക്സോസിനോട്ട് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. 2021 മോഡലാണ്. വെറും 36,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് നിൽക്കുന്ന വാഹനമാണ്. ഇതും ഹൈ ക്വാളിറ്റി ആട്ടോ. കംപ്ലീറ്റ് ബ്ലാക്ക് ഫിനിഷാണ് ഇത് വന്നിട്ടുള്ളത്. നല്ല യുണീക്ക് ഡിസൈൻ എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു മോഡൽ. ഇവിടെ കുറച്ച് ക്ലാസിക് ബൈസ് ഉണ്ട്. പിന്നെ ഇവിടെയും ഡൊമിനാർ കാണാൻ സാധിക്കും. ഇത് 2019 മോഡൽ വണ്ടിയാണ്. വെറും 26,000 കിലോമീറ്റർ മാത്രം ഓടിയ തേർഡ് ഓണർഷിപ്പ് നിൽക്കുന്ന വാഹനം. കാരണം തേർഡ് ഓപ്ഷൻ ക്വാളിറ്റിക്ക് യാതൊരു ഡിഫറൻസും ഇല്ല. ഹൈ ക്വാളിറ്റി വണ്ടിയും കൂടിയാണ് ഒരു മോഡൽ. പിന്നെ ജാവയുടെ വേറെ 2 മോഡൽ കാണാൻ സാധിക്കും. ഇത് ജാവ 42 2020 മോഡലാണ്. വെറും 18,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് നിൽക്കുന്ന വാഹനം. സെക്കൻഡിൽ അത്യാവശ്യം നല്ല മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കണ്ടോ. കാരണം ഒരു ബ്ലാക്ക് ഫിനിഷും ബ്ലൂ ഫിനിഷും നല്ലൊരു പ്രീമിയം ഫീൽ നമുക്ക് ലഭിക്കുന്നുണ്ട് കാണുമ്പോൾ തന്നെ. ഒരു സ്പോർട്ടി ഫീൽ. കാരണം ഇത് ഡ്രൈവ് ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു കംഫർട്ടാണ് ഡ്രൈവ് ചെയ്യുമ്പോൾ. സീറ്റിങ്ങിനായാലും ഒരു ഹൈറ്റിനും അത്യാവശ്യം നല്ല കംഫർട്ട് ഉണ്ട്. ഇതും ഒരു എൻട്രി ലെവലാണ്. ലേഡീസിൻ്റെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മോഡലാണ് ജാവ എന്ന് പറയുന്നത്. പിന്നെ വീണ്ടും ജാവ 42 കാണാൻ സാധിക്കും. ഇത് 2022 മോഡലാണ് വണ്ടി വന്നിട്ടുള്ളത്. ഏകദേശം 44,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് നിൽക്കുന്ന വാഹനം. എക്സ്ട്രാ വിൻഷീൽഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഫോൺ ഹോൾഡർ ചെയ്തിട്ടുണ്ട്. അത് നല്ലൊരു ഫിനിഷിംഗ് കൂടുതലുള്ള വണ്ടിയാണ്. പിന്നെ അടുത്തത് പ്രീമിയം സെഗ്മെൻറ്റ് വരുന്ന 2 വണ്ടികളാണ്. BMW 310 ആണ് 2 കാണാൻ സാധിക്കുക. G310 2019 മോഡലാണ്. വെറും 27,000 കിലോമീറ്റർ മാത്രമേ ഈ വണ്ടി ഓടിയിട്ടുള്ളൂ. കാരണം അത്യാവശ്യം നല്ലൊരു പ്രീമിയം ബൈക്കാണ്. അത്യാവശ്യം നല്ല ഫാൻസും ഉണ്ട്. ഇത് സെക്കൻഡ് ഓപ്ഷൻ നിൽക്കുന്ന വാഹനമാണ്. അത് മാത്രമല്ല എൻ്റെ ഒരു പ്രീമിയം വണ്ടിയുടെ ഒരു ഫാനും കൂടിയാണ് ഞാൻ. ഇതിൻ്റെ ഒരു അഡ്വഞ്ചർ മോഡലുണ്ട് GS310 അഡ്വഞ്ചർ. അതെനിക്ക് പേഴ്സണൽ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു മോഡലാണ് ആ ഒരു വണ്ടി. പിന്നെ വീണ്ടും ഇവിടെ ഒരു വണ്ടി കാണാൻ സാധിക്കും. GS310 ആണ് ഇവിടെ കൊടുത്തുള്ളത്. ഇതും ഹൈ ക്വാളിറ്റി വണ്ടി കേട്ടോ. കാരണം അവിടെയൊക്കെ BMW ബാഡ്സ് കാണുമ്പോൾ തന്നെ യുവാക്കളുടെ ഹരമായി മാറിക്കുന്നത്. ഇത് 2021 മോഡലാണ്. വെറും 10,000 കിലോമീറ്റർ മാത്രം ഓടിയ വേറൊരു വണ്ടിയാണ് ഇത്. അടുത്തത് ബജാജ് ഡൊമിനാർ 400. ഇതും സിംഗിൾ ഓണർഷിപ്പ് നിൽക്കുന്ന വാഹനമാണ്. വെറും 34,000 കിലോമീറ്റർ ഒരു വണ്ടി. അത് ഹൈ ക്വാളിറ്റി വണ്ടികളാണ് ഇവിടെ ഉള്ളത്. സിംഗിൾ ഓണർഷിപ്പാണ് അവിടെ കാണാനായിട്ട് സാധിക്കും. അത്യാവശ്യം നല്ലൊരു ഫാൻസും കൂടി ഉള്ളൊരു വണ്ടിയാണ് ഈ ഒരു ഡൊമിനാർ. പിന്നെ നമുക്കൊരു ഡ്യൂക്കാണ് ആയിരിക്കും. ഡ്യൂക്ക് 319 വണ്ടി വന്നിട്ടുള്ളത്. ഇത് 2018 മോഡൽ വണ്ടിയാണ്. 58,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർഷിപ്പ് നിൽക്കുന്ന വണ്ടിയാണ്. ഇതും യുവാക്കളുടെ ഹരമാണ്. ഈ ഡ്യൂക്ക് KTM അതുപോലെ തന്നെ കുറച്ച് മോഡൽസ് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും അത്യാവശ്യം നല്ലൊരു ഫാൻസിലാണ്. പ്രത്യേകിച്ച് നമ്മളൊരു ആൺപിള്ളേർക്ക് മാത്രം ഇഷ്ടപ്പെടുന്ന കുറച്ച് മോഡൽസാണ് ഇതിൻ്റെ. ലേഡീസ് ഫാൻസ് ഉണ്ട് ഈ ഒരു KTM ഡ്യൂക്ക് അതുപോലെ തന്നെ യമഹയുടെ V4 V3 മോഡൽസിനായിട്ട്.
അപ്പോൾ ഇത്രയൊക്കെ ഇന്നത്തെ വീഡിയോ എന്നുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ഷെയർ ചെയ്യുക. അത് മാത്രമല്ല ഈ ഡിസംബറിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് 10,000 മുതൽ 20,000 ഡിസ്കൗണ്ടും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വരേണ്ട സ്ഥലം തിരൂർ ഓട്ടോ വേൾഡ്, തിരൂർ താനൂർ റോഡിലാണ് ഈ ഷോറൂം വരുന്നത്. അപ്പോൾ അടുത്ത ചെറിയൊരു ബ്രേക്ക്.